റൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4-5 അടുക്കളയിൽ അത്യാവശ്യമുള്ള ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ വാങ്ങി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ആട്ടിക്കൊണ്ടുവന്നിട്ട് വെളിച്ചെണ്ണ കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ചിലപ്പോൾ അടച്ചു വെച്ചാലും ഇത് കനച്ച് പോകാറുണ്ട്, ടേസ്റ്റ് മാറിപ്പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയുടെ അകത്ത് കുറച്ച് കുരുമുളക്, 1 സ്പൂൺ കുരുമുളക് എടുത്തിട്ട് നല്ല ഉണങ്ങിയതായിരിക്കണം കേട്ടോ, ചതച്ച് കല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് അതിലിട്ട് വെച്ചാൽ മതി. പിന്നെ കല്ലുപ്പ് ഇട്ട് വെച്ചാലും നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വെയിലത്തെടുത്ത് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ്, നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ സൂക്ഷിച്ച് വെക്കേണ്ടി വരുമ്പോൾ. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സ് നിങ്ങൾ ചെയ്യാറുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതല്ലാതെ വേറെ ടിപ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എന്താ പറയുക, ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓർഗാനിക്കായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. അതായത് സവാള എന്നത് ഇച്ചിരി കേടായി തുടങ്ങിയ സവാള എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഈ സൈഡ് മുകളിലത്തെ ആ സൈഡൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിൻ്റെ ഇവിടെ ഒന്ന് ഒത്തിരി ഒരു കുഴി പോലെ ഉണ്ടാക്കണം. നമ്മൾ സാധാരണ ഇങ്ങനെ കറി വയ്ക്കാനൊക്കെ ഇതെടുത്ത് കളയാറില്ലേ, എന്താ പറയുക, അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം. എന്നിട്ട് താഴത്തെ ഭാഗം നമ്മൾ ഒത്തിരി കട്ട് ചെയ്താൽ അത് ലീക്ക് വന്നിട്ട് എണ്ണ മുഴുവൻ ഒലിച്ചു പോകും. നമുക്കിതിൽ എണ്ണ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നമ്മളൊരു വെറുതെ നിലത്തിരിക്കാൻ പ്രയാസമായിരിക്കും, ഒരു അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി. വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഇത്തിരി നല്ലെണ്ണയാണ്, ഇത്തിരി ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്ത് എന്താ ചെയ്താൽ ഇത്തിരി പെരിഞ്ജീരകം വലിയ ജീരകം 1/2 സ്പൂൺ എടുത്തിട്ട് ഒന്ന് ചതച്ച് എണ്ണയിലിടണം. എണ്ണയിലിട്ടിട്ട് നമ്മൾ ഇച്ചിരി കുഞ്ഞൊരു തിരിയില്ലേ, തുണിയും കൊണ്ട് തിരി ഉണ്ടാക്കി, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്ന തിരിയും കിട്ടും. എന്നിട്ട് ആ തിരി കത്തിച്ച് വെച്ചാൽ മതി. പിന്നെ കൊതുക് അങ്ങോട്ട് വരില്ല. അപ്പം നമുക്ക് ഓർഗാനിക്കായിട്ട് നമുക്ക് ഒരു ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ലാത്ത ഒരു കൊതുകിനെ ഓടിക്കാനുള്ള ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റുകൾ അറിയിക്കണേ. കണ്ടോ, ഇതിപ്പോൾ ഒരു 2 ദിവസത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് സവോള പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ അടിഭാഗം ചെത്തുമ്പോൾ വളരെ കുറച്ചേ കളയാവുള്ളൂ. എന്നിട്ട് അടപ്പിൻ്റെ മുകളിൽ വെച്ചാൽ മതി. കാണാനും നല്ലൊരു ഭംഗിയാണല്ലേ ഇത്. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പഞ്ചസാര, നമുക്ക് ഭയങ്കര തലവേദനയാണ് ഈ പഞ്ചസാരയിൽ ഉറുമ്പ് കയറുക. പിന്നെ നമുക്ക് ആ പഞ്ചസാര യൂസ് ചെയ്യാനേ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അതായത് 2-3-4 ഗ്രാമ്പു എടുത്തിട്ട് പഞ്ചസാരയുടെ അകത്ത് ഇട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഗ്രാമ്പു ആയതുകൊണ്ട് നമുക്ക് വേറെ എന്താണ് പറയുക, അതിൻ്റെ സ്മെല്ലോ അതിൻ്റെ ടേസ്റ്റോ ഒന്നും നമുക്കൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഉറുമ്പിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഒരു പ്ലാസ്റ്റിക് കുപ്പി, നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കുപ്പി, വാട്ടർ ബോട്ടിലോ ഏതായാലും മതി. നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടച്ചു വെക്കാറുണ്ട് ക്ലിപ്പിട്ട്. ചിലപ്പോൾ അങ്ങനെ അടച്ചു വെച്ചാലും ചിലപ്പോഴൊക്കെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുപ്പിയുടെ ഇതുപോലെ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുക. തീരെ ഒരു കുറച്ച് ഭാഗം മതി കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് കത്രി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ട് ആ കത്രി കൊണ്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ അത് ഇത്തിരി വലിപ്പത്തിലാണ് മുറിക്കുന്നത്. ഷേപ്പ് ചെയ്തിട്ട് കൂടെ നീളം നമുക്ക് കുറച്ചെടുക്കാം, അതാണ് എളുപ്പം. അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അതായത് റവയാണ്, ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് എടുത്തിട്ട് എനിക്കത് ഞാൻ അടച്ച് ഇങ്ങനെ വെക്കാൻ പോവാണ്. ഇപ്പോൾ പാത്രത്തിലേക്ക് ഇടുന്നില്ല. ഇപ്പോൾ പാത്രം ഇനി കഴുകി ഉണക്കണം, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ വെക്കാൻ പോവാണ്. തന്നെയല്ല, നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓരോ സാധനത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും ഇത് എക്സ്പയർഡ് ആയോ എന്നൊക്കെ ഉള്ള കാര്യം. എന്നിട്ട് അതായത് ആ അടപ്പിനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് അതൊന്ന് വിടർത്തിയിട്ട് അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം. ഇത്തിരി കനം കുറഞ്ഞ കവറാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട് അടയ്ക്കാൻ. എന്നാലും കുഴപ്പമില്ല, ഇത് നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ കടുകും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടപ്പ് ഊരിയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ എടുക്കുകയും ചെയ്യാം.
കണ്ടോ, നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുകയും ചെയ്യാം. മൊത്തം നമ്മൾ ഊരി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കടുകാണ്. കടുക് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത്തിരി കൂടെ വാവട്ടമുള്ള കുപ്പിയാണ്, കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകൾക്കൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ.